പുലർച്ചെ കൃത്യം 5 മണിയാകുമ്പോൾ നഗരത്തിന്റെ കോലാഹലങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ആ വലിയ ഗ്രാമം കരിനിഴൽ മുങ്ങി നിൽക്കുകയായിരിക്കും. തണുത്ത നിലത്ത് കാൽ കുത്തുമ്പോൾ അവളുടെ മനസ്സിൽ പരാതികളോ പരിഭവങ്ങളോ ഉണ്ടാകാറില്ല. ശരീരത്തിൽ മടുപ്പ് ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലും കയ്യിൽ ഒരു ചൂലുമേന്തി ഉറക്കം തൂങ്ങുന്ന കണ്ണുകളോടെ അവൾ വീടിന്റെ വിശാലമായ മുറ്റം അടിച്ചുവാരി വൃത്തിയാക്കാൻ തുടങ്ങും. ദാരിദ്ര്യം മാത്രം ശീലിച്ച ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് അവൾ ഈ വലിയ തറവാട് വീട്ടിലേക്ക് മരുമകളായി വന്നത്. അവളുടെ അച്ഛൻ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു. അമ്മ മറ്റുള്ളവരുടെ വീടുകളിൽ പണിയെടുത്താണ് അവളെ വളർത്തിയത്. പണമോ ആഡംബരങ്ങളോ നൽകാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരെ ബഹുമാനിക്കാനും ഏത് കഷ്ടപ്പാടിലും പുഞ്ചിരിയോടെ ജീവിക്കാനും മാത്രമാണ് അവളുടെ മാതാപിതാക്കൾ അവളെ പഠിപ്പിച്ചത്. ആ നല്ല സംസ്കാരം മാത്രമായിരുന്നു അവളുടെ സമ്പാദ്യം. മുറ്റമടിച്ച് പകുതിയാകുന്നതിനിടയിലാണ് പിന്നിൽ നിന്ന് ആ കടുത്ത ശബ്ദം കേട്ടത്. "എടി ആരതി, നിന്റെ അടിയും തുടക്കലും ഇതുവരെ കഴിഞ്ഞില്ലേ? നേരം വെളുത്ത് വെളുപ്പാങ്കാലമായി, നിനക്കെപ്പോഴും മടിയാണ്." അതവളുടെ അമ്മായിയമ്മ ശാന്തയുടെ ശബ്ദമായിരുന്നു. മുഖത്തെപ്പോഴും ദേഷ്യവും അഹങ്കാരവും മാത്രം സൂക്ഷിക്കുന്ന ആ സ്ത്രീക്ക് ആരതിയെ കാണുന്നത് തന്നെ ദേഷ്യമായിരുന്നു. അവളുടെ ദരിദ്രമായ പശ്ചാത്തലമാണ് അവരെ അതിനെ പ്രേരിപ്പിച്ചത്. ആരതി പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് വിനയത്തോടെ തല താഴ്ത്തി പറഞ്ഞു, "ഇല്ല അമ്മേ, ദാ ഇപ്പൊ കഴിയും. മുറ്റത്തിന്റെ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ തീർന്നു." എന്നാൽ അതുകൊണ്ടൊന്നും ശാന്തയുടെ ദേഷ്യം മാറിയില്ല. അവർ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു, "നിന്റെ ഈ ന്യായീകരണം എന്നും കേൾക്കുന്നതാണ്. വേഗം അടുക്കളയിൽ കയറി എല്ലാവർക്കുമായി ചായ ഉണ്ടാക്ക്. ഇവിടെ ആർക്കും നിന്നെ പോലെ നേരം വെളുക്കുവോളം കാത്തിരിക്കാൻ സമയമില്ല." ആരതി ഒന്നും മിണ്ടാതെ വേഗം ചൂല് മാറ്റിവെച്ച് അടുക്കളയിലേക്ക് നടന്നു. അടുപ്പ് കൂട്ടി ചായ തിളപ്പിച്ച് അവൾ ഉമ്മറത്തെ വലിയ മേശപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അവിടെ അവളുടെ ഭർത്താവ് രാഹുലും ഭർത്തൃ സഹോദരൻ അമിതും അമ്മായപ്പൻ വിശ്വനാഥും ഇരിക്കുന്നുണ്ടായിരുന്നു. ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെക്കുമ്പോൾ അമിത് ഉറക്കെ ചിരിച്ചുകൊണ്ട് രാഹുലിനെ നോക്കി പറഞ്ഞു, "ഏട്ടാ നോക്കിക്കേ, നമ്മുടെ വീട്ടിലെ ഫുൾ ടൈം വേലക്കാരി ഇതാ ചായയുമായി വന്നിരിക്കുന്നു. ശമ്പളവും കൊടുക്കേണ്ട, ആഹാരവും വളരെ കുറച്ച് മതി. എന്തു നല്ല വേലക്കാരി അല്ലേ അമ്മേ?" ഇത് കേട്ട് ശാന്തയും അമിതും ഉറക്കെ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. ആരതിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നെഞ്ചിൽ വലിയൊരു ഭാരം വന്നു നിറഞ്ഞു. അവൾ ആരും കാണാതെ സാരി തുമ്പുകൊണ്ട് കണ്ണീർ പതുക്കെ തുടച്ചു. ഒരു ദിവസം എല്ലാം ശരിയാകും, ദൈവം കാണാതിരിക്കില്ല എന്നവൾ സ്വയം മനസ്സിൽ മന്ത്രിച്ചു. അവൾക്ക് അവളുടെ ദാരിദ്ര്യത്തിൽ ഒട്ടും സങ്കടമില്ലായിരുന്നു. ആളുകളുടെ പരിഹാസവും അവൾ സഹിക്കുമായിരുന്നു. എന്നാൽ സ്വന്തം ഭർത്താവ് രാഹുലിന്റെ മൗനം അവളെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായി തകർത്ത് കളയുമായിരുന്നു. സ്വന്തം അമ്മയുടെയും അനിയന്റെയും മുന്നിൽ ഭാര്യയ്ക്ക് വേണ്ടി ഒരക്ഷരം പോലും സംസാരിക്കാൻ രാഹുലിനൊട്ടും ധൈര്യമില്ലായിരുന്നു. അവൻ എപ്പോഴും പത്രത്തിലേക്ക് മുഖം താഴ്ത്തി അതെല്ലാം കേൾക്കാത്ത ഭാവത്തിലിരിക്കും. വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം മുതൽ തന്നെ ആരതിയെ ഈ വീട്ടിൽ ഒരു മരുമകളായല്ല, മറിച്ച് വില കൊടുത്ത് വാങ്ങിയ ഒരു അടിമയെ പോലെയാണ് എല്ലാവരും കണ്ടിരുന്നത്. വലിയൊരു തറവാട്ടിലെ അന്തസ്സുള്ള മരുമകൾ എന്ന പദവി അവൾക്കൊരിക്കലും ലഭിച്ചില്ല. വൻതുക സ്ത്രീധനം വാങ്ങാതെ രാഹുലിനെ കൊണ്ട് ഈ പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിച്ചതിൽ ശാന്തക്ക് വലിയ അമർഷമുണ്ടായിരുന്നു. അതിന്റെ പ്രതികാരമാണ് അവർ ഓരോ ദിവസവും അവളോട് തീർത്തിരുന്നത്. രാവിലെ എല്ലാവർക്കും മുമ്പ് ഉണരുക, രാത്രി എല്ലാവരും കിടന്നുറങ്ങിയ ശേഷം മാത്രം അടുക്കളയിലെ ബാക്കി പണികളും തീർത്ത് ഉറങ്ങാൻ പോവുക. ഇതൊക്കെയായിരുന്നു അവളുടെ ദിനചര്യ. വിരുന്നുകാർ വന്നാൽ അവരെ സൽക്കരിക്കേണ്ട മുഴുവൻ ഭാരവും അവൾ ഒറ്റക്കാണ് ചുമന്നിരുന്നത്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഒരു ചെറിയ സ്നേഹപ്രകടനമോ നന്ദി വാക്കോ അവൾക്ക് ഈ വീട്ടിൽ നിന്ന് ലഭിച്ചതേയില്ല. താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് അവൾ പലപ്പോഴും പൂജാമുറിയിലെ ദൈവത്തിന് മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുമായിരുന്നു. പക്ഷേ മറുപടിയായി മൗനം മാത്രമാണ് അവൾക്ക് ലഭിച്ചത്. ചായ കൂടി കഴിഞ്ഞയുടൻ ആരതി ഒട്ടും സമയം കളയാതെ വീണ്ടും അടുക്കളയിലേക്ക് നടന്നു. വലിയൊരു തറവാട്ട് വീട്ടിലെ വിസ്താരമേറിയ അടുക്കളയിൽ അവൾ എപ്പോഴും ഒറ്റക്കായിരുന്നു. ആരും അവളെ സഹായിക്കാൻ വരാറില്ലെന്ന് മാത്രമല്ല, പണികളിൽ എന്തെങ്കിലും ചെറിയ കുറവുണ്ടായാൽ കുറ്റപ്പെടുത്താൻ എല്ലാവരും മത്സരിക്കുകയും ചെയ്യുമായിരുന്നു. എല്ലാവർക്കുമായി പ്രഭാത ഭക്ഷണം തയ്യാറാക്കുക എന്നത് വലിയൊരു അധ്വാനമായിരുന്നു. വിയർപ്പിൽ കുളിച്ച് പുകയൂതി അവൾ പലഹാരങ്ങളും കറികളും ഉണ്ടാക്കി. ഭക്ഷണം തയ്യാറാവുമ്പോഴേക്കും ഉമ്മറത്തു നിന്നും അമ്മായിയമ്മ ശാന്തയോടെ വിളി വന്ന് കഴിഞ്ഞിരുന്നു. ആരതി വളരെ വേഗത്തിൽ വിഭവങ്ങളെല്ലാം വലിയ ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി നിരത്തിവെച്ചു. മണമുള്ള ആഹാരം കണ്ടതും വീട്ടിലുള്ളവരെല്ലാം മേശയ്ക്കു ചുറ്റും വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി. നല്ല രുചിയുള്ള ഭക്ഷണം അവർ കഴിച്ചെങ്കിലും ആരും ആരതിയെ ഒരു വാക്കുപോലും അഭിനന്ദിച്ചില്ല. ഭക്ഷണം കഴിക്കുന്നവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ അവൾക്ക് അനുവാദമില്ലായിരുന്നു. അവൾ വിശന്നു പൊരിയുന്ന വയറുമായി ആഡംബരം നിറഞ്ഞ ആ ഡൈനിങ് ഹാളിന്റെ ഒരു കോണിൽ ചുമരിനോട് ചേർന്ന് പതുങ്ങി നിന്നു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞുള്ള ബാക്കി മാത്രമാണ് തനിക്കുള്ളതെന്ന് അവൾക്ക് നന്നായി അറിയാം. ഈ സമയം അവളുടെ അമ്മായപ്പൻ വിശ്വനാഥ് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പതുക്കെ തല ഉയർത്തി ആരതിയെ നോക്കി. അവൾ അവിടെ ഒതുങ്ങി നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് അല്പം വിഷമം തോന്നി. അദ്ദേഹം രാഹുലിനോട് ചോദിച്ചു, "രാഹുലെ, ആരതി ഇതുവരെ കഴിച്ചില്ലേ?"
അവളോട് കൂടി വന്നിരുന്ന് കഴിക്കാൻ പറ, പാവം രാവിലെ മുതൽ പണിയെടുക്കുന്നതല്ലേ. വിശ്വനാഥ് പറഞ്ഞു തീർക്കും മുമ്പേ മേശയുടെ അപ്പുറത്തിരുന്ന ശാന്ത ഇടപെട്ടു. അവർ ദേഷ്യത്തോടെ വിശ്വനാഥിനെ നോക്കി പറഞ്ഞു, അവൾക്കിപ്പോ എന്താ ഇത്ര ധൃതി? വലിയ തമ്പുരാട്ടിയെ പോലെ വന്നിരുന്ന് കഴിക്കാൻ ഇവിടെ വേറെ വേലക്കാരില്ല. ആദ്യം ദാ ഈ സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കട്ടെ. വീടും പറമ്പും തൂത്ത് വാരി കഴിയുമ്പോൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവൾ എടുത്ത് കഴിച്ചോളും. അതല്ലേ ഇവിടുത്തെ രീതി. അമ്മായിയമ്മയുടെ കടുത്ത വാക്കുകൾ കേട്ടപ്പോൾ ആരതിയുടെ ഉള്ളം പിടഞ്ഞു. അവൾ സങ്കടം ഉള്ളിലൊതുക്കി പതുക്കെ തലയാട്ടി. ശരി അമ്മേ, ഞാൻ പാത്രങ്ങളെല്ലാം കഴുകിക്കോളാം. അവൾ പതുക്കെ അടുക്കളയിലേക്ക് തിരികെ നടന്നു. അവളുടെ ഭർത്താവ് രാഹുൽ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. സ്വന്തം അച്ഛൻ ചോദിച്ചിട്ടും ഭാര്യ അനുഭവിക്കുന്ന ഈ കടുത്ത അപമാനം നേരിട്ട് കണ്ടിട്ടും രാഹുലിന്റെ വായ അടഞ്ഞു തന്നെ ഇരുന്നു. അമ്മയുടെ മുന്നിൽ തല കുനിച്ചു നിൽക്കുന്ന അവൻ ആരതിയുടെ നേരെ നോക്കാൻ പോലും ധൈര്യം കാണിച്ചില്ല. ഒരു വാക്കുപോലും അവൾക്കായി സംസാരിക്കാൻ അവൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, കഴിച്ചു കഴിഞ്ഞ പാത്രം സിങ്കിലേക്ക് കൽപ്പനയോടെ വെച്ചു കൊടുക്കുകയും ചെയ്തു. രാഹുലിന്റെ ഈ സ്വഭാവമാണ് ആരതിയുടെ ഹൃദയത്തെ ഓരോ ദിവസവും ആഴത്തിൽ മുറിവേൽപ്പിച്ചിരുന്നത്. അവൾക്ക് ദാരിദ്ര്യത്തിന്റെ സങ്കടമില്ലായിരുന്നു, കഠിനമായ ജോലി ചെയ്യുന്നതിലും പരാതിയില്ലായിരുന്നു. എന്നാൽ തണലാകേണ്ട ഭർത്താവിന്റെ ഈ മൗനം അവളെ ഉള്ളിൽ നിന്ന് പൂർണ്ണമായി തകർത്ത് കളയുമായിരുന്നു. പ്രതീക്ഷയുടെ ചെറിയൊരു കിരണം പോലുമില്ലാതെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പ്രമാണിയുടെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരെയും ക്ഷണിച്ച കൂട്ടത്തിൽ രാഹുലിന്റെ കുടുംബത്തിനും ക്ഷണക്കത്ത് ലഭിച്ചിരുന്നു. വീട്ടിലെല്ലാവരും പുതിയ വസ്ത്രങ്ങളും തിളങ്ങുന്ന സ്വർണ്ണ ആഭരണങ്ങളും അണിഞ്ഞ് പോകാൻ തയ്യാറായി. വലിയ തറവാട്ടിലെ ആഡംബരങ്ങൾക്കിടയിലും ആരതിയുടെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷയുടെ തിരുനാളം മിന്നിമറഞ്ഞു. തനിക്കും ഭർത്താവിനൊപ്പം ആ കല്യാണത്തിന് പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു. തന്റെ പക്കലുള്ള ഏറ്റവും നല്ല വസ്ത്രമായ അല്പം നിറം മങ്ങിയ ഒരു പഴയ കോട്ടൺ സാരി അണിഞ്ഞ് അവൾ വാതിൽക്കൽ കാത്തുനിന്നു. എന്നാൽ അവളുടെ സ്വപ്നങ്ങൾ അധിക നേരം നീണ്ടുനിന്നില്ല. ശാന്ത അണിഞ്ഞൊരുങ്ങി ഉമ്മറത്തേക്ക് വന്നപ്പോൾ ജനാൽക്കൽ നിൽക്കുന്ന ആരതിയെയാണ് കണ്ടത്. അവർ ദേഷ്യത്തോടെയും വെറുപ്പോടെയും അവളുടെ അരികിലേക്ക് വന്ന് കൽപ്പന സ്വരത്തിൽ പറഞ്ഞു, എടി ആരതി, ഞങ്ങൾ എല്ലാവരും കൂടി ആ കല്യാണത്തിന് പോവുകയാണ്. നീ വീട് വിട്ട് ഒരടി പുറത്തേക്ക് വെക്കരുത്. നീ ഇവിടെ തന്നെ ഉണ്ടാകണം. ഇത്രയും വലിയ വീട് മുഴുവൻ പൂട്ടിയിട്ട് പോകാൻ ഞങ്ങൾക്ക് ഭ്രാന്തൊന്നുമില്ലല്ലോ. ആരതിയുടെ ഹൃദയം തകർന്നു പോയി. അവൾ സങ്കടത്തോടെ ചോദിച്ചു, അമ്മേ, ഞാനും വന്നോട്ടെ? കല്യാണത്തിന് പോകാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ വേഗം ബാക്കിയുള്ള പണികളെല്ലാം തീർക്കാം. ദയവായി എന്നെയും കൂടെ കൂട്ടാമോ? ഇത് കേട്ടതും ശാന്തയുടെ മുഖത്ത് ക്രൂരമായ ഒരു പരിഹാസം വിരിഞ്ഞു. അവർ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, നീ വന്നിട്ട് അവിടെ എന്ത് ചെയ്യാനാണ്? നിന്റെ കയ്യിൽ അവിടേക്ക് ഇട്ടുവരാൻ പറ്റിയ വല്ല നല്ല വസ്ത്രങ്ങളുമുണ്ടോ? ഈ കീറി പറഞ്ഞ തുണിയും എടുത്ത് പിച്ചക്കാരിയെ പോലെ എന്റെ കൂടെ വന്ന് എന്റെ അന്തസ്സും മാനാഭിമാനവും കളയാനാണോ നിന്റെ ഭാവം? നീ ഇവിടെ കിടന്ന് പണിയെടുക്കാൻ മാത്രം ജനിച്ചവളാണ്, അത് മറക്കേണ്ട. ഇത് കേട്ട് ഉമ്മറത്ത് നിന്ന അമിതും മറ്റു ബന്ധുക്കളും വീണ്ടും അവളെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. ആരതി ഒന്നും പറയാനാകാതെ അപമാന ഭാരത്താൽ തല താഴ്ത്തി നിന്നു. എല്ലാവരും ആഡംബര കാറുകളിൽ കയറി യാത്രയായപ്പോൾ ആ വലിയ വീട് ശൂന്യമായി മാറി. ആരും കാണാതെ ആരതി തന്റെ ചെറിയ മുറിയിലേക്ക് ഓടിക്കയറി. അവൾ തന്റെ പഴയ തടിപ്പെട്ടി തുറന്ന് മരിക്കുന്നതിന് മുമ്പ് സ്വന്തം അമ്മ തനിക്ക് തന്ന ഒരു പഴയ സാരി പുറത്തെടുത്തു. ആ സാരി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അമ്മേ, നിങ്ങൾ എന്തിനാണ് എന്നെ ഈ ലോകത്ത് ഇത്രയും ക്രൂരമായ മനുഷ്യരുടെ ഇടയിൽ ഒറ്റക്കാക്കി പോയത്? എനിക്ക് ഈ ലോകത്ത് ആരുമില്ല അമ്മേ. എന്റെ കഷ്ടപ്പാടുകൾ കാണാൻ ആരുമില്ല. അവൾ വിങ്ങി പൊട്ടിക്കൊണ്ടിരുന്നു. കൃത്യം ആ സമയത്താണ് അവളുടെ പഴയ മൊബൈൽ ഫോൺ ഉറക്കെ ശബ്ദിച്ചത്. കരച്ചിലടക്കി അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സ്ക്രീനിൽ ഒരു അപരിചിതമായ നമ്പർ ആയിരുന്നു കാണിച്ചത്. അവൾ സാരി തുമ്പുകൊണ്ട് കണ്ണീർ തുടച്ചുകൊണ്ട് പരിങ്ങിയ ശബ്ദത്തിൽ പറഞ്ഞു, ഹലോ, ആരാണ്? മറുപുറത്തുനിന്ന് വളരെ ഗൗരവമുള്ളതും എന്നാൽ ആദരവ് നിറഞ്ഞതുമായ ഒരു പുരുഷ ശബ്ദം കേട്ടു. ഞാൻ നഗരത്തിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് ആരതി എന്ന വ്യക്തിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. നിങ്ങൾ തന്നെയാണോ ആരതി? ആരതി അല്പം ഭയത്തോടെയും സംശയത്തോടെയും പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ് ആരതി. പക്ഷെ നിങ്ങൾ ആരാണ്? എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ലല്ലോ. മറുപുറത്തുള്ളയാൾ വളരെ ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും എനിക്കിപ്പോൾ ഫോണിലൂടെ വിശദീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഒന്നുറപ്പാണ് മോളെ, നിന്റെ ദുരിതം നിറഞ്ഞ ജീവിതം എന്നേക്കുമായി മാറാൻ പോവുകയാണ്. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് നഗരത്തിലെ പ്രശസ്തമായ ശിവാംശ കോർപ്പറേറ്റ് ടവറിലെ പ്രധാന ഓഫീസിലേക്ക് വരിക. ഞങ്ങൾ അവിടെ കാത്തിരിക്കും. അത്രയും പറഞ്ഞ് ഫോൺ പെട്ടെന്ന് കട്ടായി. ആരതി ആകെ ഭയത്തിലും ആശയക്കുഴപ്പത്തിലുമായി മാറി. ആ വലിയ ശൂന്യമായ വീട്ടിൽ അവൾ തനിച്ചായിരുന്നു. ഫോൺ കട്ടായ ശേഷവും ആരതി ദീർഘനേരം ആ പഴയ മൊബൈൽ സ്ക്രീനിലേക്ക് തന്നെ നോക്കി തന്നെ ഇരുന്നു. അവളുടെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഒരുമിച്ചുയർന്നു.
ആരായിരിക്കും ആ മനുഷ്യൻ? തന്നെ എന്തിനായിരിക്കും നഗരത്തിലേക്ക് ഇത്ര അത്യാവശ്യമായി വിളിക്കുന്നത്? താൻ ഇന്നുവരെ ഒരിക്കലും ഒരു കമ്പനിയിലും ജോലി ചെയ്തിട്ടില്ല. വലിയ ആളുകളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലല്ലോ. ഒരു പക്ഷേ ആർക്കോ നമ്പർ മാറി വിളിച്ചതായിരിക്കും എന്ന് കരുതി അവൾ ആ വിഷയം അവിടെ തന്നെ വിട്ടു. സ്വന്തം സങ്കടങ്ങൾക്കിടയിൽ ഇത്തരം വ്യാമോഹങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് അവൾക്ക് നന്നായി അറിയാം. കല്യാണം കഴിഞ്ഞ് വീട്ടുകാർ മടങ്ങി വന്നപ്പോൾ അവൾ വീണ്ടും പഴയതുപോലെ വീട്ടുപണികളിലേക്ക് മുഴുവനായി മുഴുകി. അവൾ ആ ഫോൺ കോളിന്റെ കാര്യം ഏതാണ്ട് മറന്നു കഴിഞ്ഞിരുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ അവൾ തുണി അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അതേ നമ്പറിൽ നിന്ന് ഫോൺ കോൾ വന്നു. വെള്ളം പുരണ്ട കൈകൾ ചാരിത്തുമ്പിൽ തുടച്ചുകൊണ്ട് അവൾ വേഗം ഫോൺ എടുത്തു. ആരതി മാഡം, നിങ്ങൾ ഇതുവരെ വീട്ടിൽ നിന്ന് നഗരത്തിലേക്ക് ഇറങ്ങിയില്ലേ? ഞങ്ങൾ നിങ്ങൾക്കായി ഇവിടെ കാത്തിരിക്കുകയാണ്. മറുപുറത്തെ ശബ്ദം അല്പം ഗൗരവത്തോടെ പറഞ്ഞു. ആരതി അല്പം ദേഷ്യത്തോടെ പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് ആർക്കോ നമ്പർ മാറിപ്പോയതാണ്. ഞാൻ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ്. നിങ്ങൾ തിരയുന്ന ആരതി ഞാനല്ല. ദയവായി ഇനി എന്നെ വിളിക്കരുത്. എന്നാൽ മറുപുറത്ത് നിന്നുള്ളയാൾ വളരെ ശാന്തമായി പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റിയിട്ടില്ല മാഡം. അന്തരിച്ച മോഹന്റെയും സരസ്വതിയുടെയും മകളായ ആരതിയെ തന്നെയാണ് ഞങ്ങൾ തിരയുന്നത്. ഇത് കേട്ടതും ആരതിയുടെ കൈകൾ വിറക്കാൻ തുടങ്ങി. ഫോൺ താഴെ വീണുമെന്ന അവസ്ഥയായി. തന്റെ മരിച്ചുപോയ മാതാപിതാക്കളുടെ പേര് ഈ അപരിചിതൻ എങ്ങനെ അറിഞ്ഞു? അവൾ പതറിയ ശബ്ദത്തോടെ നെഞ്ചിടിപ്പോടെ ചോദിച്ചു. നിങ്ങൾക്കെന്റെ അച്ഛനെയും അമ്മയെയും എങ്ങനെ അറിയാം? നിങ്ങൾ ആരാണ്? അയാൾ പറഞ്ഞു. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ദയവായി ഇന്ന് തന്നെ നഗരത്തിലേക്ക് വരൂ. ഫോൺ വീണ്ടും കട്ടായി. ആരതിയുടെ ഉള്ളിൽ വലിയൊരു ഭയം രൂപപ്പെട്ടു. എന്തോ വലിയൊരു രഹസ്യം തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. സ്വന്തം മാതാപിതാക്കളെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ തനിക്ക് അവിടെ പോയേ തീരൂ എന്നവൾ ഉറപ്പിച്ചു. അവൾ ധൈര്യം സംഭരിച്ച് അമ്മായിയമ്മ ശാന്തയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അമ്മേ, എനിക്കൊരു അത്യാവശ്യത്തിന് നഗരം വരെ ഒന്ന് പോകണം. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശാന്ത കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. നഗരത്തിലേക്കോ? നിന്റെ തന്ത വന്ന് കാശ് തന്നോ പോകാൻ? വീട്ടിലെ പണികളെല്ലാം ആര് ചെയ്യും? നിനക്കെന്താണ് ഇത്ര അത്യാവശ്യം? ഈ സമയം രാഹുൽ അങ്ങോട്ട് വന്നു. ആരതി അവനോട് ഫോൺ വന്ന കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ശാന്ത വീണ്ടും ദേഷ്യത്തോടെ തടഞ്ഞു. ഇതൊക്കെ ഓരോ തട്ടിപ്പാണ്. പാവപ്പെട്ടവരെ പറ്റിക്കാൻ ഓരോരുത്തർ ഇറങ്ങിക്കോളും. ഈ വീട്ടിൽ നിന്ന് ഒരടി നീ പുറത്തേക്ക് വെക്കാൻ പാടില്ല. എന്റെ വാക്ക് ധിക്കരിച്ച് നീ ഈ വീടിന്റെ പടിയിറങ്ങിയാൽ പിന്നെ ജീവിതാവസാനം വരെ ഇങ്ങോട്ട് കയറരുത്. ഇതാണെന്റെ അവസാനത്തെ വാക്ക്. ആരതിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. രാഹുൽ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. ഒരു ഭാഗത്ത് അവളുടെ ഭാര്യ എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങളും ഭീഷണിയും, മറുഭാഗത്ത് തന്റെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞ ആ രഹസ്യ ഫോൺ കോളും അവളെ രണ്ടു വശത്തു നിന്നും വലിച്ചു. എന്നാൽ തന്റെ ജീവിതത്തിൽ ആദ്യമായി വിധി തന്റെ വാതിലിൽ മുട്ടുകയാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. അവൾക്കൊരു തീരുമാനമെടുത്തേ മതിയാകൂ. രാത്രിയുടെ ഇരുട്ടിൽ ആ വലിയ വീട് നിശബ്ദമായപ്പോൾ ആരതിക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ ജനലിലൂടെ ദൂരെയുള്ള നക്ഷത്രങ്ങളെ നോക്കിക്കിടന്നു. സ്വന്തം അമ്മയുടെ മുഖം അവളുടെ ഓർമ്മകളിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വന്നു. തന്റെ ജനനത്തെക്കുറിച്ചോ യഥാർത്ഥ പേരുകളെക്കുറിച്ചോ ഇതുവരെ യാതൊരു അറിവുമില്ലായിരുന്ന അവൾക്ക് ആ ഫോൺ കോൾ പുതിയൊരു പ്രത്യാശയാണ് നൽകിയത്. ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും തന്നെ വളർത്തിയ മാതാപിതാക്കൾ തന്നോട് എന്തെങ്കിലും സത്യങ്ങൾ മറച്ചു വെച്ചിരുന്നോ എന്ന സംശയം അവളുടെ മനസ്സിൽ ബലപ്പെടാൻ തുടങ്ങി. അമ്മായിയമ്മയുടെ ക്രൂരമായ വാക്കുകൾ അവളുടെ കാതുകളിൽ വീണ്ടും മുഴങ്ങി. പടിയിറങ്ങിയാൽ പിന്നെ ഇങ്ങോട്ട് കയറരുത്. ഭർത്താവിന്റെ പിന്തുണയില്ലാതെ ഒരു പെൺകുട്ടിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ഈ സമൂഹം അനുവദിക്കില്ല എന്നവൾക്കറിയാം. എങ്കിലും കാലങ്ങളായി താൻ അനുഭവിക്കുന്ന ഈ അടിമത്തത്തിൽ നിന്നും പുറത്തു കടക്കാൻ ഇതിലും വലിയൊരു അവസരം ഇനി ലഭിക്കില്ലെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു. അവൾ ഭർത്താവിന്റെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കി. താൻ പോയി കഴിഞ്ഞാൽ ഇയാൾ അന്വേഷിച്ചു വരുമോ? അതോ അമ്മയുടെ വാക്ക് കേട്ട് തന്നെ എന്നേക്കുമായി ഉപേക്ഷിക്കുമോ? ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങൾ അവളെ അലട്ടി. എന്ത് സംഭവിച്ചാലും ശരി, നഗരത്തിൽ പോയി ആ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ തന്നെ അവൾ ഉറപ്പിച്ചു. തന്റെ മാതാപിതാക്കളുടെ പേരുകൾ ആ വ്യക്തി കൃത്യമായി പറഞ്ഞത് വെറും യാദൃശികമാകാൻ വഴിയില്ല. അവർ ആരെയാണ് തിരയുന്നതെന്നും തന്റെ യഥാർത്ഥ വ്യക്തിത്വം എന്താണെന്നും അറിയാനുള്ള ആഗ്രഹം ഭയത്തേക്കാൾ വലുതായിരുന്നു. പുലർച്ചെ എഴുന്നേറ്റ് ആരും അറിയാതെ നഗരത്തിലേക്ക് യാത്ര തിരിക്കാൻ അവൾ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു. ഈ തീരുമാനം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറുമെന്ന് അപ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല. അന്ന് രാത്രി ആരതിക്കൊട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സിൽ ആ അപരിചിതന്റെ ഗൗരവമുള്ള ശബ്ദവും അമ്മായിയമ്മയുടെ കടുത്ത ഭീഷണിയും മാറി മാറി വന്നുകൊണ്ടിരുന്നു. മനസ്സ് കടുത്ത് യുദ്ധഭൂമിയായി മാറി. നേരം വെളുത്തു തുടങ്ങിയപ്പോൾ അവൾ പതുക്കെ ഉറക്കം ഉണർന്നെണീറ്റ് രാഹുലിന്റെ അരികിലേക്ക് ചെന്നു. ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, രാഹുൽ, ഞാൻ നഗരത്തിലേക്ക് പോവുകയാണ്. എന്റെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞ ആൾ എനിക്ക് കാണണം. നിങ്ങൾ കൂടി എന്റെ കൂടെ വന്നാൽ എനിക്ക് വലിയൊരു ധൈര്യമായിരിക്കും. ദയവായി എന്നെ തനിച്ചാക്കരുത്.
രാഹുൽ കുറച്ചുനേരം ഒരക്ഷരം മിണ്ടാതെ തറയിലേക്ക് നോക്കിയിരുന്നു. അവന്റെ മുഖത്ത് ഭയവും ആശയക്കുഴപ്പവും പ്രകടമായിരുന്നു. അവൻ പതുക്കെ പറഞ്ഞു, എനിക്ക് വരാൻ കഴിയില്ല ആരതി. അമ്മ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. നീയും ഇവിടെ നിൽക്കുന്നതാണ് നല്ലത്. അമ്മയുടെ ദേഷ്യം നിനക്കറിയില്ലേ? രാഹുലിന്റെ വാക്കുകളിൽ പതിവ് പോലെ ഭീരുത്വം നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ആരതിയുടെ കണ്ണുകളിൽ ആദ്യമായി രാഹുൽ ഒരു പുതിയ നിശ്ചയദാർഢ്യം കണ്ടു. സങ്കടത്തോടെയാണെങ്കിലും അവൾ പതുക്കെ പറഞ്ഞു, സാരമില്ല, ഞാൻ തനിയെ പൊയ്ക്കോളാം. ദൈവം എന്നെ കൈവിടില്ല. ആരതിയുടെ ആ ഭാവമാറ്റം രാഹുലിന്റെ ഉള്ളിൽ എവിടെയോ ഒരു കുറ്റബോധം ഉണർത്തി. സ്വന്തം ഭാര്യയുടെ കണ്ണുകളിൽ ഇത്രയും വലിയൊരു നിസ്സഹായതയും അതേസമയം ധൈര്യവും അവൻ ആദ്യമായാണ് കാണുന്നത്. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ രാഹുൽ പതുക്കെ തന്റെ പോക്കറ്റിൽ കൈയിട്ടു. അതിൽ നിന്നും മടക്കി വെച്ചിരുന്ന ഒരു 500 രൂപയുടെ നോട്ടെടുത്ത് അവളുടെ കൈപ്പത്തിക്കുള്ളിൽ വെച്ചു കൊടുത്തു. എന്റെ കയ്യിൽ ഇപ്പോൾ രഹസ്യമായി എടുത്തു വെക്കാൻ കഴിഞ്ഞത് ഇത്രയുള്ളൂ. ഇത് വെച്ചോളൂ. യാത്രക്കുപകരിക്കും. വണ്ടി വരാൻ സമയമായി. വേഗം പൊയ്ക്കോളൂ, രാഹുൽ പതുക്കെ പറഞ്ഞു. ആരതിയുടെ കണ്ണുകൾ നന്ദിയോടെ നിറഞ്ഞു തുളുമ്പി. ഭർത്താവിൽ നിന്ന് ലഭിച്ച ആ ചെറിയ രൂപ അവൾക്ക് 500 രൂപയായിരുന്നില്ല, മറിച്ച് ഒരു വലിയ താങ്ങായിരുന്നു. അവൾ ആ നോട്ടും പിടിച്ച് അമ്മായിയമ്മ ഉണരുന്നതിനു മുമ്പ് ആരും കാണാതെ വീടിനു പുറത്തിറങ്ങി. ഗ്രാമത്തിലെ മൺപാതയിലൂടെ അവൾ വേഗത്തിൽ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. പുലർക്കാലത്തെ തണുത്ത കാറ്റ് അവളുടെ മുഖത്തടിച്ചെങ്കിലും അവളുടെ ഹൃദയം വളരെ വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിൽ എത്തി അല്പസമയത്തിനകം നഗരത്തിലേക്കുള്ള ആദ്യ ബസ് വന്നു ചേർന്നു. അവൾ അതിൽ കയറി ജാലകത്തിനരികിലുള്ള ഒരു സീറ്റിൽ ഇരുന്നു. വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ തന്റെ ഗ്രാമവും ആ വലിയ തറവാടും പതുക്കെ പിന്നിലേക്ക് മറിയുന്നത് അവൾ നോക്കി നിന്നു. മനസ്സിൽ ഭയമുണ്ടായിരുന്നുവെങ്കിലും എവിടെയോ ഒരു പ്രതീക്ഷ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂറുകളോളമുള്ള നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് ബസ് നഗരത്തിലെ പ്രധാന സ്റ്റാൻഡിൽ എത്തിയത്. ബസ്സിൽ നിന്നിറങ്ങിയ ആരതി ആകെ അത്ഭുതപ്പെട്ടു പോയി. അത്രയും വലിയ കെട്ടിടങ്ങളും ആകാശമുട്ടുന്ന ഗോപുരങ്ങളും വാഹനങ്ങളുടെ വലിയ തിരക്കും അവൾ തന്റെ ജീവിതത്തിൽ ആദ്യമായാണ് കാണുന്നത്. ഗ്രാമത്തിലെ ശാന്തതയിൽ മാത്രം ജീവിച്ച അവൾക്ക് ആ നഗരത്തിന്റെ കോലാഹലങ്ങൾ അല്പം പരിഭ്രമം ഉണ്ടാക്കി. എങ്കിലും കയ്യിലുണ്ടായിരുന്ന ചെറിയ കടലാസു തുണ്ടിൽ എഴുതിയിരുന്ന വിലാസം അവൾ വഴിയാത്രക്കാരായ ആളുകൾക്ക് കാണിച്ചു കൊടുത്തു. ആളുകളോട് വഴി ചോദിച്ച് ഒടുവിൽ അവൾ ആ കൂറ്റൻ വലിപ്പമുള്ള ആധുനിക കെട്ടിടത്തിനു മുന്നിൽ എത്തിച്ചേർന്നു. നീല കണ്ണാടികൾ പതിപ്പിച്ച ആ വലിയ ഗോപുരത്തിനു മുകളിൽ വെള്ളി അക്ഷരങ്ങളിൽ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു, ശിവാംശ് കോർപ്പറേറ്റ് ടവർ. ആരതി ശ്വാസം അടക്കിപ്പിടിച്ച് കുറച്ചുനേരം ആ കെട്ടിടത്തിനു മുന്നിൽ തന്നെ നിശ്ചലയായി നിന്നുപോയി. എന്റെ ദൈവമേ, ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിലേക്കാണോ എന്നെ വിളിച്ചത്? ഇവിടെ എനിക്ക് എന്താണ് കാര്യം? അവൾ ആകെ പരിഭ്രമിച്ച് തന്റെ സാരിത്തുമ്പ് വിരലുകളിൽ ചുറ്റിപ്പിടിച്ചു. കെട്ടിടത്തിന്റെ വലിയ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകാൻ അവൾ മടിച്ചു നിൽക്കുമ്പോൾ വില കൂടിയ കോട്ടും സൂട്ടും അണിഞ്ഞ് കയ്യിൽ ഒരു ഫയലുമായി നിൽക്കുന്ന ഒരു മാന്യമായ ഉദ്യോഗസ്ഥൻ പതുക്കെ അവളുടെ അരികിലേക്ക് നടന്നു വന്നു. അയാൾ ആരതിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി വലിയ ബഹുമാനത്തോടെ ചോദിച്ചു, മാഡം, നിങ്ങൾ ആരതിയാണോ? ആരതി പെട്ടെന്ന് പേടിച്ചു പോയി. അതെ, ഞാൻ ആരതിയാണ്. എന്നെ എങ്ങനെ അറിയാം? അത് കേട്ടതും ആ ഉദ്യോഗസ്ഥന്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അയാൾ പറഞ്ഞു, മാഡം, ഞങ്ങൾ രാവിലെ മുതൽ നിങ്ങളെ തന്നെയാണ് കാത്തിരിക്കുന്നത്. ദയവായി എന്റെ കൂടെ അകത്തേക്ക് വരൂ. അവൾ വിറക്കുന്ന കാലുകളോടെ ആ വലിയ ഓഫീസിന്റെ ഉള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. ആരതി ആ ഉദ്യോഗസ്ഥന്റെ പിന്നാലെ ആഡംബരത്തിന്റെ പുതിയൊരു ലോകമായ ആ ഓഫീസിനുള്ളിലേക്ക് ഭയത്തോടെയും അത്ഭുതത്തോടെയും നടന്നു. വില കൂടിയ മാർബിളുകൾ പതിപ്പിച്ച തറയും വെട്ടിത്തിളങ്ങുന്ന വലിയ വിളക്കുകളും ചുവരുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന വലിയ ചിത്രങ്ങളും അവളെ അമ്പരപ്പിച്ചു. അവർ വിശാലമായ റിസപ്ഷൻ ഹാളിലേക്ക് കടന്നയുടൻ അവിടെയുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകൾക്ക് മുന്നിലിരുന്ന ജീവനക്കാരും മറ്റു വലിയ ഉദ്യോഗസ്ഥരും ഒന്നിച്ച് എഴുന്നേറ്റ് നിന്നു. ആരതി പെട്ടെന്ന് പരിഭ്രമിച്ച് ചുറ്റും നോക്കി. തന്റെ പിന്നിൽ എന്തെങ്കിലും വലിയ രാഷ്ട്രീയക്കാരനോ മന്ത്രിയോ വരുന്നുണ്ടാകുമെന്നാണ് അവൾ കരുതിയത്. എന്നാൽ അവിടെയുണ്ടായിരുന്ന എല്ലാവരുടെയും നോട്ടം തികച്ചും സാധാരണക്കാരിയായ അല്പം നിറം മങ്ങിയ കോട്ടൺ സാരി ഉടുത്ത അവളുടെ മുഖത്തായിരുന്നു. ഈ സമയം നന്നായി വസ്ത്രം ധരിച്ച ഒരു വനിതാ ഉദ്യോഗസ്ഥ മുന്നോട്ട് വന്ന് കൈകൾ കൂപ്പി വലിയ പുഞ്ചിരിയോടെ പറഞ്ഞു, നമസ്കാരം മാഡം, ശിവാംശ് കോർപ്പറേറ്റ് ടവറിലേക്ക് അങ്ങേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആരതി ആകെ ആശയക്കുഴപ്പത്തിലായി. അവൾ പതുക്കെ ചോദിച്ചു, നിങ്ങൾക്ക് ആള് മാറിയതാകും. നിങ്ങൾ എന്തിനാണ് എന്നെ മാഡം എന്ന് വിളിക്കുന്നത്? ഞാൻ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്. ഒരു വലിയ തെറ്റിദ്ധാരണ നടന്നിട്ടുണ്ട്. എന്നാൽ ആ സ്ത്രീ വിനയത്തോടെ പറഞ്ഞു, മാഡം, ഇവിടെ ആർക്കും ഒരു തെറ്റും പറ്റിയിട്ടില്ല. നിങ്ങൾ ദയവായി ഞങ്ങളുടെ കൂടെ വരൂ. ഉള്ളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കെല്ലാം കൃത്യമായി മനസ്സിലാകും. അവൾ ആ വലിയ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലുള്ള ഒരു കൂറ്റൻ കോൺഫറൻസ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകപ്പെട്ടു. ആ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ അവിടെ വലിയൊരു മേശയ്ക്ക് ചുറ്റും പ്രായമുള്ളവരും മാന്യന്മാരുമായ പല വ്യക്തികളും ഇരിക്കുന്നുണ്ടായിരുന്നു. ആരതി ഉള്ളിലേക്ക് കയറിയതും അവരെല്ലാം ഒരൊറ്റ മനസ്സോടെ എഴുന്നേറ്റ് നിന്ന് അവളെ
സ്വാഗതം ചെയ്തു. അവളുടെ നെഞ്ചിടിപ്പ് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായി മാറി. അവിടുത്തെ പ്രധാനിയായ പൂർണ്ണമായും വെളുത്ത മുടിയുള്ള കണ്ണട ധരിച്ച ഒരു വൃദ്ധൻ പതുക്കെ മുന്നോട്ട് വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയൊരു ശാന്തതയുണ്ടായിരുന്നു. അദ്ദേഹം വിനയത്തോടെ കൈകൾ കൂപ്പി സ്വയം പരിചയപ്പെടുത്തി. മോളെ, എന്റെ പേര് സുരേഷ് മേത്ത. ഞാൻ കഴിഞ്ഞ 30 വർഷമായി ഈ വലിയ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായി ജോലി ചെയ്യുകയാണ്. അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന വലിയൊരു ചുവന്ന ഫയൽ ആരതിയുടെ മുന്നിലുള്ള മേശപ്പുറത്ത് പതുക്കെ വെച്ചു. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ വൈകാരികമായി പറഞ്ഞു, ആരതി മാഡം, ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വവും അവകാശങ്ങളും തിരികെ നൽകാൻ വേണ്ടിയാണ് ഇത്രയും ദൂരം കഷ്ടപ്പെടുത്തി വിളിച്ചു വരുത്തിയത്. ആരതിക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, എന്റെ വ്യക്തിത്വമോ? എന്റെ അച്ഛൻ ഗ്രാമത്തിലെ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു സർ. നിങ്ങൾക്ക് ആള് മാറിയതാണ്. സുരേഷ് മേത്ത ഒരു നിമിഷം നിശബ്ദനായ ശേഷം പതുക്കെ പറഞ്ഞു തുടങ്ങി, മോളെ, നിന്നെ വളർത്തിയ മാതാപിതാക്കൾ നിന്നെ ജീവന തുല്യം സ്നേഹിച്ചു. അവർ പാവപ്പെട്ടവരായിരുന്നു എന്നതും ശരിയാണ്. എന്നാൽ നിന്റെ യഥാർത്ഥ മാതാപിതാക്കൾ അവരായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഇത് കേട്ടതും ആരതിയുടെ ലോകം ഒരു നിമിഷം നിശ്ചലമായി മാറി. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സുരേഷ് മേത്ത തുടർന്നു, ഏകദേശം 25 വർഷം മുമ്പ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായിയും കോടീശ്വരനുമായിരുന്ന ശിവാംശ് മൽഹോത്രയും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു ദാരുണമായ കാർ അപകടത്തിൽ മരണപ്പെട്ടു. ആ വലിയ അപകടത്തിന് ശേഷം അവരുടെ 2 വയസ്സുകാരിയായ ഒരേയൊരു മകളെ അവിടെയുള്ളവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ ഈ പ്രപഞ്ചത്തിന്റെ നിശ്ചയം മറ്റൊന്നായിരുന്നു. അപകട സ്ഥലത്ത് നിന്ന് കാണാതായ ആ കൊച്ചു പെൺകുട്ടി, മോളെ, അത് നീയായിരുന്നു. മേത്തയുടെ വാക്കുകൾ കേട്ടതും ആരതിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ കേൾക്കുന്നത് ഒരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അവൾ ആ കസേരയിലേക്ക് പതുക്കെ ഇരുന്നു പോയി. അവളുടെ ചുറ്റും നിന്നവരെല്ലാം വലിയ ആദരവോടെയും സങ്കടത്തോടെയും ആ പുതിയ ചെയർപേഴ്സണെ നോക്കി നിൽക്കുകയായിരുന്നു. സുരേഷ് മേത്ത തന്റെ മേശപ്പുറത്തിരുന്ന പഴയൊരു കറുത്ത പെട്ടി പതുക്കെ തുറന്നു. അതിൽ നിന്നും അല്പം നിറം മങ്ങിയ വളരെ പഴയൊരു ഫോട്ടോ പുറത്തെടുത്തു. അദ്ദേഹം ആ ചിത്രം ആരതിയുടെ കൈകളിലേക്ക് വെച്ചുകൊടുത്തു. ഫോട്ടോയിൽ അതീവ സുന്ദരിയായ ഒരു കൊച്ചു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കഴുത്തിൽ വളരെ സവിശേഷമായ രൂപകൽപ്പനയുള്ള നടുവിൽ ഒരു ചെറിയ ചുവന്ന കല്ല് പതിപ്പിച്ച വെള്ളി ലോക്കറ്റ് തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോയിലേക്ക് നോക്കി മേത്ത ചോദിച്ചു, മോളെ ആരതി, നിന്റെ കഴുത്തിൽ ഇതുപോലൊരു ലോക്കറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ദയവായി അതൊന്ന് കാണിക്കാമോ? ആ ചിത്രം കണ്ടതും ആരതിയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. വിറക്കുന്ന കൈകളോടെ അവൾ തന്റെ കഴുത്തിലേക്ക് തൊട്ടു. അതെ, കുട്ടിക്കാലം മുതൽ അവൾ ആ ലോക്കറ്റ് ധരിക്കുന്നുണ്ടായിരുന്നു. എത്ര വലിയ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും അവളുടെ വളർത്തമ്മ മരിക്കുന്നതിന് മുമ്പ് അവളോട് പറഞ്ഞിരുന്ന ഒരേ ഒരു കാര്യം ഇതായിരുന്നു, മോളെ, ഈ ലോക്കറ്റ് നിന്റെ ജീവനാണ്, എന്റെ ഓർമ്മയാണ്. ഇതൊരിക്കലും നിന്റെ കഴുത്തിൽ നിന്ന് ഊരി മാറ്റരുത്. അവൾ വിറക്കുന്ന വിരലുകളാൽ സാരിത്തുമ്പ് മാറ്റി ആ ലോക്കറ്റ് പുറത്തെടുത്ത് കാണിച്ചു. അത് കണ്ടതും സുരേഷ് മേത്തയുടെയും മുറിയിലുണ്ടായിരുന്ന മറ്റുള്ളവരുടെയും കണ്ണുകൾ ആനന്ദ കണ്ണീരാൽ നിറഞ്ഞു. മേത്ത കൈകൾ കൂപ്പി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, നീ തന്നെയാണ് ശിവാംശ് മൽഹോത്രയുടെ മകൾ. ഈ കോടിക്കണക്കിന് ആസ്തിയുള്ള ശിവാംശ് ഗ്രൂപ്പിന്റെ ഒരേയൊരു നിയമപരമായ അവകാശി നീയാണ് മോളെ. അദ്ദേഹം ആ ചുവന്ന ഫയലിൽ നിന്നും പ്രശസ്തമായ ലബോറട്ടറിയിൽ നിന്നുള്ള DNA റിപ്പോർട്ടുകളും വർഷങ്ങളായി അവർ നടത്തിയ അന്വേഷണങ്ങളുടെ രേഖകളും കോടതിയുടെ അന്തിമ ഉത്തരവുകളും ഓരോന്നായി അവൾക്ക് കാണിച്ചു കൊടുത്തു. എല്ലാ തെളിവുകളും വിരൽ ചൂണ്ടിയത് ഒരേയൊരു സത്യത്തിലേക്കായിരുന്നു, ആരതി ഈ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ രാജ്ഞിയാണ്. ആരതിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകി. അവൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു, അപ്പോൾ എന്നെ വളർത്തിയ അച്ഛനും അമ്മയും അവർ എന്നെ പറ്റിക്കുകയായിരുന്നോ? സുരേഷ് മേത്ത അവളുടെ അരികിലേക്ക് വന്ന് തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ഇല്ല മോളെ, അവർ നിന്നെ പറ്റിച്ചതല്ല. അപകട സ്ഥലത്ത് വെച്ച് പരിക്കേറ്റ നിലയിൽ അവർക്ക് നിന്നെ കിട്ടിയതാണ്. അവർ നിന്നെ സ്വന്തം മകളേക്കാൾ സ്നേഹത്തോടെ വളർത്തി. എന്നാൽ ആരെങ്കിലും നിന്നെ അവരിൽ നിന്ന് പിടിച്ചെടുക്കുമോ എന്ന ഭയമാണ് അവർ ഈ സത്യം നിന്നിൽ നിന്നും ലോകത്തിൽ നിന്നും മറച്ചുവെക്കാൻ കാരണം. അവർ ചെയ്തത് തെറ്റല്ല, വലിയൊരു പുണ്യമാണ്. ആരതി ആ ഫയലിലേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞു. എനിക്ക് പണമോ കോടികളോ ഒന്നും വേണ്ട മേത്ത. എനിക്കെന്നെ സ്നേഹിച്ച എന്റെ അച്ഛനെയും അമ്മയെയും മാത്രം മതി. എനിക്ക് ഈ വലിയ കസേര വേണ്ട. മേത്ത വിനയത്തോടെ പറഞ്ഞു, മോളെ, നിന്റെ നല്ല മനസ്സ് തന്നെയാണ് നീ പദവിക്ക് അർഹയാണ് എന്ന് തെളിയിക്കുന്നത്. നിന്റെ യഥാർത്ഥ മാതാപിതാക്കളുടെ ആത്മാവിന് ശാന്തി ലഭിക്കണമെങ്കിൽ നീ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ മതിയാകൂ. ഇത് വിധി നിനക്കായി കരുതി വെച്ചതാണ്. മുറിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി വിറക്കുന്ന കൈകളോടെ ആരതി ആ ഔദ്യോഗിക രേഖകളിൽ ഒപ്പുവെച്ചു. അവൾ ഇപ്പോൾ വെറും ഒരു വേലക്കാരിയല്ല, ശിവാംശ് ഗ്രൂപ്പിന്റെ പുതിയ ചെയർപേഴ്സണാണ്. അതേസമയം ദൂരെ ആ ഗ്രാമത്തിൽ ആരതിയുടെ അമ്മായിയമ്മ ശാന്ത വീടിന്റെ ഉമ്മറത്തിരുന്ന് അയൽപ്പക്കത്തെ സ്ത്രീകളെയെല്ലാം കൂട്ടി വലിയ വർത്തമാനം പറയുകയായിരുന്നു. ആരതി തങ്ങളെ അനുസരിക്കാതെ നഗരത്തിലേക്ക് പോയതിന്റെ കടുത്ത ദേഷ്യത്തിലായിരുന്നു അവർ. നോക്കിക്കേ, ആ പിച്ചക്കാരിക്ക് ഞാൻ ഇത്രയും താക്കീത്
നൽകിയതാണ്. പക്ഷെ അവൾക്ക് വലിയ തമ്പുരാട്ടിയാകണമെന്ന് പറഞ്ഞ് ആരോ ഫോൺ വിളിച്ചപ്പോഴേക്കും ഇറങ്ങി ഓടി. നഗരത്തിലുള്ള കള്ളന്മാർ അവളെ പറ്റിച്ച് കയ്യിലുള്ളതും വാങ്ങി വഴിയാധാരമാക്കുമ്പോൾ അവൾ പഠിച്ചോളും. ഇങ്ങോട്ടിനി അവൾ കയറില്ല, ശാന്ത അഹങ്കാരത്തോടെ പറഞ്ഞു. അപ്പുറത്തിരുന്ന് ചായ കൊടുക്കുകയായിരുന്ന അമിത്തും അമ്മയുടെ വാക്കുകൾ കേട്ട് ഉറക്കെ ചിരിച്ചു. അതെ അമ്മേ, അവൾക്ക് ഇവിടുത്തെ സുഖം പോരാഞ്ഞിട്ടാകും ഇപ്പോതാ കരഞ്ഞുകൊണ്ട് ഈ വഴി വരും, കണ്ടോണം. രാഹുൽ മാത്രം ഉമ്മറത്തെ തൂണിൽ ചാരി ഒന്നും മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു നിന്നിരുന്നു. ഭാര്യയെ തനിയെ നഗരത്തിലേക്ക് വിട്ടതിലുള്ള കുറ്റബോധവും അതേസമയം അമ്മയോട് എതിർത്ത് സംസാരിക്കാൻ കഴിയാത്ത തന്റെ ഭീരുത്വവും അവനെ ഉള്ളിൽ നിന്ന് വേട്ടയാടിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് ആ ഗ്രാമത്തിലെ ഒരു യുവാവ് കയ്യിൽ മൊബൈൽ ഫോണുമായി ശ്വാസം വലിച്ച് ഓടി അങ്ങോട്ട് വന്നത്. അവന്റെ മുഖത്ത് വലിയ അത്ഭുതവും ഉണ്ടായിരുന്നു. രാഹുലേട്ടാ, അമ്മായി വേഗം വാ, ഇത് നോക്കിക്കേ, നമ്മുടെ ആരതി ചേച്ചി, അവൻ വിളിച്ചു പറഞ്ഞു. ശാന്ത ദേഷ്യത്തോടെ ചോദിച്ചു, എന്താടാ നീ കിടന്ന് കൂവുന്നത്? അവൾക്ക് എന്തു പറ്റി? പോലീസ് പിടിച്ചോ? യുവാവ് ഒന്നും പറയാതെ തന്റെ മൊബൈലിൽ തത്സമയം നടന്നുകൊണ്ടിരുന്ന പ്രധാന വാർത്തകൾ അവർക്ക് മുന്നിലേക്ക് വെച്ചുകൊടുത്തു. ആ വാർത്ത കണ്ടതും രാഹുലിന്റെ കുടുംബം ഒന്നടങ്കം ഞെട്ടിത്തറച്ചു നിന്നുപോയി. മൊബൈൽ സ്ക്രീനിൽ രാജ്യത്തെ ഏറ്റവും വലിയ വാർത്താ ചാനലുകൾ വലിയ അക്ഷരങ്ങളിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ശിവാംശ് ഗ്രൂപ്പിൽ പുതിയ ചെയർപേഴ്സൺ, 25 വർഷങ്ങൾക്ക് ശേഷം കമ്പനിയുടെ യഥാർത്ഥ അവകാശി തിരിച്ചെത്തി. ക്യാമറ ആ വലിയ ഓഫീസിലെ വാർത്താ സമ്മേളനത്തിന്റെ മധ്യത്തിൽ ഇരിക്കുന്ന പുതിയ ചെയർപേഴ്സന്റെ മുഖത്തേക്ക് തിരിഞ്ഞപ്പോൾ ശാന്തിയുടെ കണ്ണുകൾ തള്ളിപ്പോയി. സ്ക്രീനിൽ തികച്ചും സാധാരണക്കാരിയായ തിളക്കമില്ലാത്ത സാരിയുടുത്ത തങ്ങളുടെ ആരതിയാണ് ഇരിക്കുന്നത്. അവൾക്ക് ചുറ്റും വലിയ തോക്കുകളേന്തിയ ബോഡി ഗാർഡുകളും രാജ്യത്തെ വലിയ ഉദ്യോഗസ്ഥരും അതീവ ബഹുമാനത്തോടെ കൈകൾ കൂപ്പി നിൽക്കുകയായിരുന്നു. ചാനൽ അവതാരകൻ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു, മാഡം ആരതി മൽഹോത്ര ഇനി മുതൽ ഈ ശതകോടികളുടെ സാമ്രാജ്യം ഭരിക്കും. ശാന്തിയുടെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് പിടിവിട്ട് നിലത്തേക്ക് വീണ് തകർന്നു. ചായ മുഴുവൻ തറയിൽ വീണെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അമിത്തിന്റെ മുഖത്തെ ആ പരിഹാസച്ചിരി പാടെ അപ്രതീക്ഷമായി. അവന്റെ മുഖം വിളറി വെളുത്തു. രാഹുലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ധാരയായി ഒഴുകാൻ തുടങ്ങി. തങ്ങൾ ഇത്രയും കാലം ഈ വീട്ടിൽ ഒരു നായയെ പോലെ നടത്തിയ, അടുക്കളയിലെ എച്ചിൽ പാത്രങ്ങൾ കഴുകാൻ മാത്രം ജനിച്ചവളാണെന്ന് പറഞ്ഞ് ആട്ടിയോടിച്ച പെൺകുട്ടിയാണ് ഇന്ന് രാജ്യം മുഴുവൻ ആദരിക്കുന്ന കോടീശ്വരി എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് നമ്മുടെ ആരതി തന്നെയാണോ രാഹുലെ? ശാന്ത വിറക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. പക്ഷേ രാഹുലിന് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. അവന്റെ ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശുന്നുണ്ടായിരുന്നു. താൻ കാരണം അവൾ അനുഭവിച്ച വേദനകൾ ഓരോന്നായി അവന്റെ ഓർമ്മകളിൽ തെളിഞ്ഞു വന്നു. തങ്ങൾ ചെയ്ത ക്രൂരതകൾക്കെല്ലാം അവൾ ഇനി നിയമത്തിലൂടെ പ്രതികാരം ചെയ്യുമോ എന്ന ഭയം ശാന്തിയുടെയും അമിത്തിന്റെയും ഉള്ളിൽ കനലായി എരിയാൻ തുടങ്ങി. വിധി തങ്ങളെ ഇത്രയും വലിയ ചതിക്കുഴിയിൽ വീഴ്ത്തുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പിറ്റേന്ന് രാവിലെ നഗരത്തിലെ ആഡംബരപൂർണമായ വാർത്താ സമ്മേളന ഹാൾ മാധ്യമപ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു നിന്നു. തിളങ്ങുന്ന ക്യാമറ കണ്ണുകൾക്ക് മുന്നിലേക്ക് ആരതി ശാന്തമായി നടന്നു വന്നു. കോടികളുടെ സാമ്രാജ്യത്തിന്റെ ഉടമയായി മാറിയിട്ടും അവളുടെ മുഖത്ത് അഹങ്കാരത്തിന്റെ ഒരു ലക്ഷണം ഇല്ലായിരുന്നു. ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മൈക്ക് നീട്ടി ചോദിച്ചു, മാഡം ആരതി, അങ്ങേ എത്രയും കാലം ദ്രോഹിച്ചവരും അടിച്ചമർത്തിയവരുമായ ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ അങ്ങ് കോടികളുടെ കമ്പനിയുടെ ചെയർപേഴ്സൺ ആയിരിക്കുകയാണ്. നിങ്ങളുടെ ആദ്യത്തെ തീരുമാനം അവരോടുള്ള പ്രതികാരമായിരിക്കുമോ? ആ ചോദ്യം കേട്ടതും ഹാൾ മുഴുവൻ നിശബ്ദമായി. ആരതി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. അവളുടെ മനസ്സിലേക്ക് ഗ്രാമത്തിലെ ആ വലിയ വീടും അമ്മായിയമ്മയുടെ കടുത്ത വാക്കുകളും താൻ അനുഭവിച്ച കടുത്ത അപമാനങ്ങളും കടന്നു വന്നു. എന്നാൽ അതോടൊപ്പം അവളുടെ വളർത്തമ്മ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചു തന്ന ആ വലിയ പാഠവും ഓർമ്മ വന്നു. മോളെ, പ്രതികാരം ചെയ്യുന്നവനല്ല, മറിച്ച് ക്ഷമിക്കാൻ കഴിയുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യൻ. ആരതി പതുക്കെ മൈക്ക് കയ്യിലെടുത്തു. വിനയത്തോടെ അവൾ പറഞ്ഞു, എന്റെ ആദ്യത്തെ തീരുമാനം ആരോടും പ്രതികാരം ചെയ്യലല്ല. നമ്മുടെ കമ്പനി ഇനി മുതൽ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്ന വലിയൊരു പദ്ധതി ആരംഭിക്കും. ഒരു പെൺകുട്ടിയും ദാരിദ്ര്യം കാരണം തന്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ ഇടവരരുത്. അവളുടെ ആ മറുപടി കേട്ടതും ഹാൾ മുഴുവൻ വലിയ കയ്യടികളാൽ നിറഞ്ഞു. ഈ വാർത്ത ഗ്രാമത്തിലിരുന്ന് ടിവിയിലൂടെ കണ്ട രാഹുലും കുടുംബവും ഭയത്തോടും കുറ്റബോധത്തോടും കൂടി നഗരത്തിലേക്ക് തിരിച്ചു. അവർ വിറക്കുന്ന കാലുകളോടെ ശിവാംശ് ഗ്രൂപ്പിന്റെ പ്രധാന ഓഫീസിൽ എത്തിച്ചേർന്നു. വലിയ ബോഡി ഗാർഡുകൾ അവരെ തടഞ്ഞെങ്കിലും ആരതി അവരെ തന്റെ വലിയ ക്യാബിനിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകി. ആ വലിയ ഓഫീസിൽ ആഡംബര കസേരയിൽ ഇരിക്കുന്ന ആരതിയെ കണ്ടതും അമ്മായിയമ്മ ശാന്ത ഓടിച്ചെന്ന് അവളുടെ കാലുകളിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. മോളെ ആരതി, എന്നോട് ക്ഷമിക്കൂ. ഞാൻ നിന്നെ ഒരു മരുമകളായല്ല, വേലക്കാരിയായാണ് കണ്ടത്. എനിക്ക് വലിയ തെറ്റ് പറ്റിപ്പോയി മോളെ. ദയവായി എന്നെ തകർക്കരുത്. അമിത്തും തല താഴ്ത്തി കരഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷിച്ചു. എല്ലാവരുടെയും പിന്നിലായി രാഹുൽ കണ്ണീർ വാർത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ പതുക്കെ മുന്നോട്ട് വന്ന് വിറക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു,
നിന്റെ ഭർത്താവായിട്ടും നിനക്കൊരു ചെറിയ സംരക്ഷണവും നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല ആരതി. ഞാൻ വലിയൊരു പാപിയാണ്. നീ എനിക്ക് തരുന്ന ഏത് ശിക്ഷയും ഏൽക്കാൻ ഞാൻ തയ്യാറാണ്. അവരുടെ ആ കരച്ചിൽ കണ്ടപ്പോൾ ആരതിയുടെ കണ്ണുകളും നിറഞ്ഞു. അവൾ കസേരയിൽ നിന്നും എഴുന്നേറ്റ് പതുക്കെ അവരുടെ അരികിലേക്ക് നടന്നു വന്നു. ആരതി പതുക്കെ മുന്നോട്ട് വന്ന് തന്റെ കാലുകളിൽ വീണ് കരയുകയായിരുന്ന അമ്മായിയമ്മ ശാന്തയുടെ കൈകളിൽ പിടിച്ച് അവരെ എഴുന്നേൽപ്പിച്ചു. വലിയൊരു കോടീശ്വരിയായി മാറിയിട്ടും അവളുടെ പെരുമാറ്റത്തിൽ യാതൊരുവിധ മാറ്റവും വന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ ശാന്തയുടെ കണ്ണീർ തുടച്ചുകൊണ്ട് വളരെ ശാന്തമായി പറഞ്ഞു, അമ്മേ, ദയവായി ഇങ്ങനെ ചെയ്യരുത്. തെറ്റുകൾ സംഭവിക്കുക എന്നത് മനുഷ്യ സഹജമാണ്. എന്നാൽ സ്വന്തം തെറ്റ് മനസ്സിലാക്കി അത് തിരുത്താനും മാപ്പ് ചോദിക്കാനും വലിയൊരു മനസ്സ് വേണം. ഞാൻ നിങ്ങളോട് പൂർണ്ണമായും ക്ഷമിച്ചിരിക്കുന്നു. എന്റെ ഉള്ളിൽ നിങ്ങളോട് യാതൊരുവിധ പ്രതികാര ചിന്തയുമില്ല. അവൾ പതുക്കെ തല ഉയർത്തി വിതുമ്പിക്കൊണ്ട് നിൽക്കുന്ന രാഹുലിനെ നോക്കി. ആരതിയുടെ കൈകൾ രാഹുലിന്റെ വിറക്കുന്ന കൈകൾ ചേർത്ത് പിടിച്ചു. അവൾ പറഞ്ഞു, രാഹുലേട്ടാ, കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു കഴിഞ്ഞു. എനിക്ക് പണമോ പദവിയോ തന്ന സന്തോഷത്തേക്കാൾ വലുതാണ് നിങ്ങൾ നിങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞു എന്നത്. ഞാൻ നമ്മുടെ കുടുംബവുമായുള്ള ഒരു ബന്ധവും ഉപേക്ഷിക്കില്ല. കാരണം പണമല്ല, കുടുംബത്തിന്റെ സ്നേഹവും ഒരുമയുമാണ് ഏറ്റവും വലുത്. പക്ഷേ എനിക്ക് ഒരേ ഒരു നിബന്ധന മാത്രമേയുള്ളൂ. ഇനി മുതൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു മരുമകളും വേലക്കാരിയായി മാറരുത്. സ്ത്രീകളെയും അവരുടെ സ്വപ്നങ്ങളെയും ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം. ശാന്ത കരഞ്ഞുകൊണ്ട് അത് സമ്മതിച്ചു. ആരതി രാഹുലിന്റെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാഹുലേട്ടാ, നമുക്കൊന്നിച്ച് നമ്മുടെ ഗ്രാമത്തിൽ ഒരു പുതിയ വലിയ പ്രൊജക്ട് തുടങ്ങണം. അവിടെയുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ ആവശ്യമായ തൊഴിൽ നൽകുന്ന ഒരു ഫാക്ടറി നമുക്ക് അവിടെ സ്ഥാപിക്കാം. അതിനെന്നെ സഹായിക്കാൻ നിങ്ങളുടെ പിന്തുണ എനിക്ക് വേണം. രാഹുൽ സന്തോഷത്തോടെ സമ്മതിച്ചു. ഞാൻ എന്റെ ജീവിത അവസാനം വരെ നിന്റെ നിഴലായി നിന്റെ കൂടെ ഉണ്ടാകും ആരതി. മാസങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയി. ആരതിയുടെയും രാഹുലിന്റെയും നേതൃത്വത്തിൽ ആ ഗ്രാമത്തിൽ വലിയൊരു മാറ്റം ദൃശ്യമായി. അവിടെ പാവപ്പെട്ട സ്ത്രീകൾക്കായി ഒരു വലിയ ടെക്സ്റ്റൈൽസ് ഫാക്ടറി ഉയർന്നു വന്നു. നൂറുകണക്കിന് ഗ്രാമീണ സ്ത്രീകൾ അവിടെ അന്തസ്സോടെ ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി. പണ്ട് ആരതിയെ പരിഹസിച്ച ഗ്രാമവാസികൾ ഇന്ന് തങ്ങളുടെ പെൺമക്കൾക്ക് മാതൃകയായി കാണിക്കുന്നത് ആരതിയുടെ ജീവിതത്തെയാണ്.